യേശുവിൻ്റെ സാന്നിധ്യം അനുസ്മരിപ്പിക്കുന്ന മകളായിട്ട് ജീവിക്കാനായിട്ട് ഹൃദയത്തിലേക്ക് വരുന്ന യേശു സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവരും ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കർമ്മങ്ങളൊക്കെ ഏറ്റവും ഭക്തിയോടുകൂടെ പങ്കെടുക്കാനായിട്ട് ഈ കുഞ്ഞിനെയും അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെയും മറ്റെല്ലാ ചിന്തകളും വേണ്ടിയതുകൊണ്ട് ആഘോഷങ്ങളുടെ വീട്ടിലെ ഒരുക്കങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നടക്കുകയില്ലെന്നാണ് ചില മിസ്സുകാരുടെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ മകളായി വെളിച്ചത്തിൻ്റെ മകളായി മാറാനായിട്ട് ഇവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കർമ്മമാണ് നമ്മൾ ആദ്യമായി നടത്തുന്നത്. വിശ്വാസം അന്ന് ബോധ്യമില്ലാതെയാണ് ജ്ഞാനസ്ഥാന മാതാപിതാക്കളാണ് ഏറ്റു പറഞ്ഞത്. അത് ബോധ്യത്തോടുകൂടെ എന്ന് ഇപ്പോൾ മത്സര മകളെ മാമോദിസ വഴിയാണ് ഈ ദൈവിക ജീവാവകാശങ്ങളും തിരിച്ചപടി അംഗവുമായി അന്ന് നിന്റെ തലതൊട്ടമ്മനും തലതൊട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസം ഏറ്റുപറയുവാൻ നീ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരും സകല മനുഷ്യരുടെയും പിതാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ഏകപുത്രനായ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് തുറന്ന് വിഘടന സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഈശോയുടെ ദാനമായ പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന കത്തോലിക്ക സഭയിലും നീ വിശ്വസിക്കുന്നുവോ? സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തിലും വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും നീ വിശ്വസിക്കുന്നുവോ? ജീവിതാവസാനമുള്ള നിത്യജീവനിലും ശരീരങ്ങളുടെ ഉയർപ്പിലും വിശുദ്ധരുടെ ഐക്യത്തിലും നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? പ്രിയവത്സരങ്ങളെ, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹരമായ വസ്ത്രങ്ങൾ എന്നതുപോലെ നിന്റെ ആത്മാവിനെ ഫലപ്രസാദം നമ്മുടെ ദൈവം ഇത് അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അർപ്പണങ്ങൾ നീ ഭക്ഷിക്കുകയും ഈശോ എന്നും നിന്നിൽ വസിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞിനെ പരിശീലിക്കുന്നതിന് വേണ്ടി ഇവിടെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവിടെ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവിടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവിടെ അനുഗ്രഹിക്കണമേ. അങ്ങനെ തെറ്റിപ്പോകുവാൻ ഇവിടെ ഒരിക്കലും അനുവദിക്കരുത്. ഇവിടെ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാവസ്ഥ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുവാൻ അങ്ങേ മുഖം തന്നെ ഇവർ വന്നെത്തട്ടെ. അന്ന് ഇവിടെ അനുഗ്രഹിക്കണമേ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പരിപത്രം ധാന്യകൂടം നൽകിയ വിവരസികളുടെ കർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായിരിക്കും. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പറഞ്ഞിരിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് തുറന്നതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതും ചിലർ മരിച്ചുപോയതും കാരണം ഇതാണ്. സന്ദേശവാർത്തകളെ പാടുക
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യൂതർക്കിടയിൽ തർക്കപ്പെട്ടു. തൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുവാൻ തരുവാൻ ഇവരെ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ നിന്ന് വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ്